الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ലാ പ്രമുഖനായ സഹാബി സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകനാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള സ്വഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനായ സ്വഹാബിയാണ് സുബൈർ ബിൻ അവ്വാം. അദ്ദേഹത്തിൻ്റെ മകനാണ് ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ല. അബു അബ്ദില്ലാ ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ല വഫാത്താകുന്നത് ഹിജ്റ 94-ലാണ്. അദ്ദേഹം പറയാണ്, ഇദാ റഅയ്ത അർറജുല യഅമലുൽ ഹസന, ഒരാൾ നന്മ ചെയ്യുന്നത് നീ കണ്ടാൽ, ഒരു നന്മ ചെയ്യുന്നത് നീ കണ്ടാൽ, ഫഅലം, നീ മനസ്സിലാക്കണം, അന്ന ലഹ ഇൻദഹു അഖവാതിൻ, തീർച്ചയായും ആ നന്മയ്ക്ക് അയാളുടെ അടുത്ത് വേറെ ചില അതിൻ്റെ സഹോദരിമാരുണ്ടാകും, അഥവാ അതുപോലെയുള്ള ചില നന്മകൾ അയാളിൽ ഉണ്ടാകും എന്ന് നീ മനസ്സിലാക്കണം. ഫഇന്നൽ ഹസനത തദുല്ലു അല ഉഖ്തിഹ, കാരണം നന്മ അതിൻ്റെ സഹോദരിയെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നിനെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ തിന്മയുടെയും കാര്യം, വഇദാ റഅയ്തഹു യഅമലു സയ്യിഅത ഫഅലം അന്ന ലഹ ഇൻദഹു അഖവാത്, അതുപോലെ തന്നെ അയാൾ തിന്മ ചെയ്യുന്നത് നീ കണ്ടാൽ നീ മനസ്സിലാക്കണം, അയാളുടെ അടുത്ത് ആ തിന്മക്ക് അതിൻ്റെ സഹോദരിമാരുണ്ടാകും, അതുപോലെയുള്ള തിന്മകൾ ഉണ്ടാകും എന്നും നീ മനസ്സിലാക്കണം. കാരണം ഫഇന്ന സയ്യിഅത തദുല്ലു അല ഉഖ്തിഹ, കാരണം തിന്മ അതിൻ്റെ സഹോദരി അല്ലെങ്കിൽ അതുപോലെയുള്ളതിനെ അറിയിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ഒരു നന്മ ചെയ്യുന്നത് കണ്ടാൽ നീ മനസ്സിലാക്കേണ്ടത് അയാളിൽ ആ നന്മ മാത്രമേ ഉള്ളൂ എന്ന് നീ മനസ്സിലാക്കരുത്, മറിച്ച് അതുപോലെയുള്ള നന്മകൾ അയാളിൽ ഉണ്ടാകും എന്ന് നീ അറിയണം. കാരണം ഒരു നന്മയുടെ പ്രതിഫലം ചില സലഫുകൾ പറഞ്ഞതുപോലെ, ഇന്ന മിൻ സവാബിൽ ഹസനതി അൽ ഹസനത ബഅദഹ, നന്മയുടെ പ്രതിഫലത്തിൽപ്പെട്ടതാണ് അതിനുശേഷം വീണ്ടും ഒരു നന്മ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളത്. എന്നതുപോലെ തന്നെ തിന്മ, ഒരാളിലൊരു തിന്മ സംഭവിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ ആ തിന്മ മാത്രമായിരിക്കുകയില്ല, മറ്റു ചില തിന്മകളും അദ്ദേഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. സലഫുകൾ പറഞ്ഞതുപോലെ, വഇന്ന മിൻ ഇഖാബി സയ്യിഅതി അസ്സയ്യിഅത ബഅദഹ, ഒരു തിന്മ ആ തിന്മയുടെ ശിക്ഷ എന്നോണം അതിനുശേഷം മറ്റൊരു തിന്മ കൂടി ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, ഒരാൾ ഒരു നന്മ ചെയ്യുന്നത് കണ്ടാൽ അയാളിൽ വേറെയും അതുപോലെയുള്ള നന്മകൾ ഉണ്ടാകും എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു തിന്മ ചെയ്യുന്നത് നീ ഒരാൾ കണ്ടാൽ അയാൾ ആ തിന്മയിൽ മാത്രം അയാൾക്ക് ഒതുങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല, വേറെയും അതുപോലെയുള്ള തിന്മകൾ അയാൾ ചെയ്യുന്നുണ്ടാകും. കാരണം ഒരു തിന്മ മറ്റൊരു തിന്മയെ അറിയിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു തിന്മയെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കുക, തിന്മകളിൽ നിന്ന് പാടെ വിട്ടു നിൽക്കുക. അള്ളാഹു അതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തിന്മകളിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ തിന്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ, ഒരു തിന്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വേറെ തിന്മകൾ, അതിനേക്കാൾ ഗൗരവപ്പെട്ട തിന്മകൾ, ഇനി വലിയ വലിയ തിന്മകളിലേക്കത് ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതും വലുതുമായ തിന്മകൾ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. അല്ലാഹു തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.